ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള മട്ടൻ ഗീ റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടാവും. എന്തായാലും അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മസാല റെഡിയാക്കണം. 3 ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഫസ്റ്റ് ആദ്യം നമ്മൾ ഇത് മാത്രമായിട്ടൊന്ന്, അതായത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ മട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് പോലെ നിങ്ങൾ മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ വേവിക്കുന്ന സമയത്ത് അതിലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആവശ്യാനുസരണം പോലെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അത് ചൂടാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു സ്റ്റാർ അനീസ്, ഒരു ചെറിയ സ്റ്റാർ അനീസ് ആണ് കേട്ടോ. വലുതാണെങ്കിൽ പകുതി ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയതുണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ കുരുമുളകാണ്, അതൊരു 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയാണ്, അതൊരു 5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം പോലെ ചേർത്താൽ മതി. ഇപ്പോൾ കൂടെ തന്നെ ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നിട്ട് ഒരു 1/2 കിലോ മട്ടൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ആവശ്യത്തിനേക്കുള്ള ഉപ്പും പിന്നെ കൂടെ തന്നെ ഗരം മസാല ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ ഞാൻ എല്ലാം പൊടിക്കുന്നുണ്ടെങ്കിലും ഇത് മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് മാത്രം, നമ്മുടെ എരിവ് നമ്മൾ കുരുമുളക് പൊടിയും മുളകും എല്ലാം ഉള്ള കാരണം നിങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇത് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 1/2 കിലോനിക്കുള്ള അളവൊന്നും പറയുന്നില്ല. മൊത്തത്തിൽ നമുക്ക് ഈ ഒരു അളവിലേക്ക് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് 1/2 kg മട്ടൻ എന്നിട്ട് നമുക്ക് എത്ര വേണ്ടത് ആവശ്യാനുസരണം പോലെ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം. നമ്മുടെ മുളകും കൂടി വീണ്ടും അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടിക്കാത്തത് ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കാൻ വറുക്കുന്ന സമയത്ത് തന്നെ അത് ഒന്ന് ചൂടാക്കി റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, അപ്പം നമ്മൾ മട്ടൻ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണ്, ആവശ്യത്തിനേക്കുള്ള ഉപ്പ്, കൂടെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ മട്ടൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റിക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗീ റോസ്റ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 ടീസ്പൂൺ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നെയ്യിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കിലോ നമ്മൾ ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വലിയുള്ളി ചേർക്കുകയാണെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയുള്ളി ചേർക്കുന്ന സമയത്താണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വലിയുള്ളി ആണെങ്കിൽ മാക്സിമം നിങ്ങളൊരു 2 എണ്ണം ഇട്ടാൽ തന്നെ മതിയാവും. അത് ഇതുപോലെ ഒരു സൈസിലേക്ക്, നമ്മൾ ഒരുപാട് വലിയ സൈസിലേക്ക് ഇറക്കുന്നതിന് പകരം ഇതുപോലെ പകുതി സൈസിലേക്ക് നമ്മൾ കട്ട് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇതിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് തന്നെ നമ്മൾ മട്ടൻ വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 1/2 kg അല്ല, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തണം. അപ്പോൾ വീണ്ടും ഇപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ, അത് വന്നിട്ട് ഞാൻ 1/4 ഭാഗം ഇടുന്നുണ്ട്, 1/4 ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആ പൊടി പൊടിക്കുന്ന സമയത്തിന് കൂടെ തന്നെ കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പൊടിച്ചത് കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് നല്ല പൗഡർ ആവുന്ന രീതിക്ക് ഞാൻ പൊടിച്ചിട്ടില്ല. ചെറുതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് വ്യത്യാസം മനസ്സിലാവുള്ളൂ. ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ പൊടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻ പൗഡർ ആക്കുകയാണെങ്കിൽ ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലേക്കാണ് നമ്മൾ പൊടിച്ചത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ട് മട്ടൻ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മട്ടൻ വേവിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അളവിലേക്ക് ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വേവാനുള്ള ആ ഒരു വേവും കൂടെ നമ്മുടെ ചിക്കനിലുണ്ട്, ചിക്കനിലല്ല നമ്മുടെ മട്ടനിലുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു 10 മിനിറ്റ് നമ്മൾ ഈ വഴറ്റിയെടുക്കുന്ന സമയത്താണ് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വേവുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാലപ്പൊടികളുടെയും പച്ചമുളകൊക്കെ ഒന്ന് പോയി നമ്മുടെ ഈ മട്ടനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ തൈരാണ്, ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് ഒരു 1/2 കപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല സ്മൂത്താക്കി ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ടാവില്ല. അപ്പോൾ അത് നേരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ മസാലയിൽ കറക്റ്റായിട്ട് മിക്സായി വരില്ല. അപ്പോൾ ജസ്റ്റ് കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. നമ്മുടെ ഈ ഒരു റോസ്റ്റിന് വന്നിട്ട്, നമ്മുടെ ഈ മട്ടൺ റോസ്റ്റിന് വന്നിട്ട് ചെറിയൊരു പുളിപ്പ് നമുക്ക് വേണം കേട്ടോ. നമ്മളിപ്പോൾ തക്കാളി ചേർക്കാത്ത തന്നെ നമ്മൾ തൈര് ചേർക്കുന്നത് കേട്ടോ.
അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനം ഞാൻ കുറച്ചുകൂടി തൈര് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടി മൊത്തത്തിൽ 1 കപ്പാണ് കേട്ടോ. അതും കൂടെ ബാലൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ മൊത്തത്തിൽ 1 കപ്പ് എടുത്തത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനി കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് റെഡിയാണ്. ഇപ്പോൾ ഏകദേശം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമുക്കിത് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകി വരും. നമുക്ക് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ മസാല പൊടിക്കുന്ന സമയത്ത് തന്നെ കസ്തൂരി മേത്തി ഇട്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ ഗീ റോസ്റ്റ് റെഡിയാണ് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ മട്ടൻ കൊണ്ട് പല റെസിപ്പീസുകളും ബിരിയാണികളും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതുപോലൊരു ഗീ റോസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ ഉറപ്പായിട്ടും കൊതി തോന്നുന്ന ഒരു റെസിപ്പിയാണെന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. കഴിക്കുന്ന സമയത്ത് നമ്മൾ നെയ്യ് ഒഴിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നെയ്യിൻ്റെ മണമോ അതൊന്നുമില്ല. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ കൊണ്ട് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. ഇത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്താലെന്ന് തോന്നുന്നു. അത്രയും അടിപൊളിയായിട്ടാണ്. കാണാൻ എത്ര ഭംഗിയാണോ അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാറ്റിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.